ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ആണോ? എന്താണ് 1.25 കോടി മലയാളികൾ ആരാണ് രചിച്ചത്? EMS രചിച്ച കൃതിയാണ് ഏത്? 1.25 കോടി മലയാളികൾ. ആര് രചിച്ചത്? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ഇക്കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചതുമായ കേരള ഹിസ്റ്ററിയിൽ നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. തുലാം 10 സമരമെന്ന് അറിയപ്പെടുന്നത് എന്ത്? തുലാം 10 സമരമെന്ന് അറിയപ്പെടുന്നത് എന്ത്? ഓക്കെ, എന്താണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. കീഴരിയൂർ ബോംബ് കേസ്, കീഴരിയൂർ ബോംബ് കേസ്, മൊറാഴ സമരം, മൊറാഴ സമരം, പുന്നപ്ര വയലാർ സമരം, പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം. ഇതിൽ ഏതാണ് തുലാം 10 സമരമെന്ന് അറിയപ്പെടുന്നത്? ഓക്കെ, നമുക്ക് പരിശോധിച്ചു പോകാമെല്ലാം. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ്. 1942 നടന്ന സംഭവമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് മൊറാഴ സമരം. എന്തായിരുന്നു മൊറാഴ സമരം? 1940 നടന്ന സമരമായിരുന്നു ഏത്? മൊറാഴ സമരം. 1940 നടന്ന സമരമായിരുന്നു മൊറാഴ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് ഏത്? മൊറാഴ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമായിരുന്നു മൊറാഴ സമരം. എന്തായിരുന്നു പുന്നപ്ര വയലാർ സമരം? 1946. 1946 ആലപ്പുഴ ചേർത്തല താലൂക്കിലെ ജന്മിമാർക്കെതിരെ കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും ചേർന്ന് നടത്തിയ സമരമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. നടന്ന വർഷമായിരുന്നു ഏത്? 1946. കയ്യൂർ സമരം നടന്ന വർഷവും ഏത് തന്നെയാണ്? 1946 തന്നെയാണ് കയ്യൂർ സമരവും നടക്കുന്നത്. ഓക്കെ, ഇതിൽ പുന്നപ്ര വയലാർ സമരത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയായിരുന്നു. ഒക്ടോബർ 24 മുതൽ 27 വരെയായിരുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത്. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. നമുക്കിതിൻ്റെ കൊല്ലവർഷം പരിശോധിക്കാൻ നേരത്ത് കൊല്ലവർഷം എന്ന് പറയുന്നത് 1122 തുലാം 7 മുതൽ 10 വരെയായിരുന്നു. എന്നായിരുന്നു? തുലാം 7 മുതൽ 10 വരെയായിരുന്നു ഈ സമരം നടന്നത്. ഏത്? പുന്നപ്ര വയലാർ സമരം നടന്നത്. അതുകൊണ്ട് ഈ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു എന്ത്? തുലാം 10 സമരം. എങ്ങനെ അറിയപ്പെട്ടു? തുലാം 10 സമരം എന്നുകൂടി ഇത് അറിയപ്പെട്ടു. ഏത്? പുന്നപ്ര വയലാർ സമരം. അപ്പോൾ നമ്മുടെ ചോദ്യം തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് ഉള്ളത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. വൈദ്യുതി സമരത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? വൈദ്യുതി സമരത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? ഇക്കണ്ട വാര്യർ, AR മേനോൻ, C കുട്ടൻ നായർ, AV കുഞ്ഞമ്പു. എന്താണ് വൈദ്യുതി സമരം എന്ന് പറയുന്നത്? കൊച്ചി രാജ്യത്തെ, തിരുവിതാംകൂർ കൊച്ചി മലബാറായിരുന്നല്ലോ, അതിൽ കൊച്ചി രാജ്യത്തെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറി. ആര്? അന്നത്തെ കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി. ആരാണ്? RK ഷൺമുഖം ചെട്ടി. അദ്ദേഹത്തിന്റെ നയത്തിനെതിരെ നടന്ന സമരമായിരുന്നു ഏത്? വൈദ്യുതി സമരം. കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി കൊച്ചിയിലെ വൈദ്യുതി വിതരണം ആർക്ക് നൽകി? ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകി. അതിനെതിരെ നടന്ന സമരമായിരുന്നു ഏത്? വൈദ്യുതി സമരം. ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറി എന്ന് പറഞ്ഞില്ലേ? ആ സ്വകാര്യ കമ്പനിയുടെ പേരായിരുന്നു ഏത്? ചന്ദ്രിക. സ്വകാര്യ കമ്പനിയുടെ പേര് ചന്ദ്രിക. സമരം നടന്ന വർഷമായിരുന്നു 1936. സമരം നടന്ന വർഷമായിരുന്നു 1936. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? നമുക്ക് നോക്കിപ്പോവാം. ഇക്കണ്ട വാര്യർ, AR മേനോൻ, C കുട്ടൻ നായർ, AV കുഞ്ഞമ്പു. ഇതിൽ പരിശോധിക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. AV കുഞ്ഞമ്പുവിനെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് AV കുഞ്ഞമ്പുവിനെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വൈദ്യുതി സമരത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? AV കുഞ്ഞമ്പുവാണ് ശരിയായ ഉത്തരം. ഇക്കണ്ട വാര്യരുണ്ട്, AR മേനോനുണ്ട്, C കുട്ടൻ നായരുണ്ട്. ആരില്ല? AV കുഞ്ഞമ്പു ഇല്ല. ഓക്കെ,
അപ്പോൾ വൈദ്യുതി സമര നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? AV കുഞ്ഞമ്പു. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പോലത്തെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതെന്നെടുത്താണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നമുക്ക് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇതിൽ ഓപ്ഷനുകൾ ഏതാന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ എ, വഞ്ചീശമംഗളം തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ്. വഞ്ചീശമംഗളം തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ്. ആന തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ്. ആന തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ്. ഓപ്ഷൻ സി, ചട്ടവരിയോലകൾ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ഓപ്ഷൻ ഡി, തിരുവിതാംകൂറിന്റെ നെല്ലറയായിരുന്നു നാഞ്ചിനാട്. ഇതിലേതാണ് തെറ്റായതെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം, ഒന്ന് പരിശോധിക്കാം. എല്ലാ ഓപ്ഷനുകളും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, വഞ്ചീശമംഗളം തിരുവിതാംകൂർ ദേശീയ ഗാനമാണ്. ശരിയാണോ? അതെ, ശരിയാണ്. വഞ്ചീശമംഗളം തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ്. ഈ വഞ്ചീശമംഗളം എഴുതിയത് ആരാണ്? തിരുവിതാംകൂർ ദേശീയ ഗാനമായ വഞ്ചീശമംഗളം എഴുതിയത് ആരാണ്? ഉള്ളൂരാണ്. ആര്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് എന്തെഴുതിയിരിക്കുന്നത്? വഞ്ചീശമംഗളം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് ഏത്? വഞ്ചീശമംഗളം. എഴുതിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. അടുത്ത ഓപ്ഷൻ നോക്കാം നമുക്ക്. ആന തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ്. ആണോ? ശരിയാണോ? ആനയായിരുന്നു തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര. നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത ഓപ്ഷനിലേക്ക് പോകാം നമുക്ക്. ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ആണോ? അതെ, ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. ഓക്കെ, ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിയുടെ സമയത്താണ് എന്ത്? നിയമസംഹിതയായ ചട്ടവരിയോലകൾ നിലവിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ഓപ്ഷൻ ഡി നോക്കാം. തിരുവിതാംകൂറിന്റെ നെല്ലറയായിരുന്നു നാഞ്ചിനാട്. അതെ, തിരുവിതാംകൂറിന്റെ നെല്ലറയായിരുന്നു ഏത്? നാഞ്ചിനാട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി നോക്കുക. ആന തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ്. ആണോ? അല്ല, തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്രയാണ് ഏത്? ശംഖ്. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര ഏതാണ്? ശംഖാണ് തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ് തെറ്റായത്. ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര ഏതായിരുന്നു? ശംഖാണ്, ആനയല്ല. വഞ്ചീശമംഗളം ദേശീയ ഗാനമായിരുന്നു. അത് എഴുതിയത് ആരായിരുന്നു? ഉള്ളൂരായിരുന്നു. ചട്ടവരിയോലകൾ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ്. പിന്നെ തിരുവിതാംകൂർ നെല്ലറയായിരുന്നു ഏത്? നാഞ്ചിനാട്. ഓക്കെ, അപ്പോൾ തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ. എന്താണ് 1.25 കോടി മലയാളികൾ ആരാണ് രചിച്ചത്? EMS രചിച്ച കൃതിയാണ് ഏത്? 1.25 കോടി മലയാളികൾ. ആര് രചിച്ചത്? EMS രചിച്ച കൃതിയാണ്. ഓക്കെ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് EMS അഭിപ്രായപ്പെട്ട കൃതിയായിരുന്നു ഏത്? 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് EMS അഭിപ്രായപ്പെട്ട കൃതിയാണ് ഏത്? 1.25 കോടി മലയാളികൾ. ഓക്കെ, മറ്റൊരു കൃതി ഐക്യകേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന EMSന്റെ കൃതിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഓക്കെ, ഐക്യകേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന EMSന്റെ കൃതിയാണ് ഏത്? കേരളം മലയാളികളുടെ മാതൃഭൂമി. 2 കൃതികൾ പഠിച്ചു. ഒന്നാമത്തേത് 1.25 കോടി മലയാളികൾ. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം രൂപീകരിക്കണമെന്ന് EMS ആവശ്യപ്പെട്ട കൃതി. രണ്ടാമത്തേത് ഏതാ? കേരളം മലയാളികളുടെ മാതൃഭൂമി. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐക്യകേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന EMSന്റെ കൃതിയാണ് ഏത്? കേരളം മലയാളികളുടെ മാതൃഭൂമി. 2 കൃതികൾ, 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി. രണ്ടും ആരുടേതാണ്? EMSന്റെ കൃതികളാണ്. അതിൽ രണ്ടിലും പരാമർശിക്കുന്ന കാര്യങ്ങൾ രണ്ടും വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്.
ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി, 1805 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. ഓക്കെ, ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ പഠിക്കുന്നുണ്ട്, മൈസൂർ യുദ്ധങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് എന്ത് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നും? മൈസൂറിൻ്റെ കയ്യിൽ നിന്ന്. ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നു ആരുടെ കയ്യിൽ നിന്നും? മൈസൂറിൻ്റെ കയ്യിൽ നിന്നും. അതിന് കാരണമായ ഉടമ്പടിയാണ് ഏത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ ഉടമ്പടിയായിരുന്നു ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഒപ്പുവെച്ച വർഷം ഒന്ന് പറയൂ. 1792. ഏത് വർഷമാണ്? 1792. ആരിൽ നിന്നുമാണ് ലഭിച്ചത്? മൈസൂറിൻ്റെ കയ്യിൽ നിന്നുമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. ഏത് സന്ധി പ്രകാരം? ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം. വർഷം 1792. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയിരുന്നത്? ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ കുറച്ച് മിഷണറിമാർ വന്നിട്ടുണ്ട്. എന്തായിരുന്നു മിഷണറിമാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? മതപരിവർത്തനവും വിദ്യാഭ്യാസ പ്രചരണവുമാണ് ഈ മിഷണറിമാരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വന്ന കുറച്ച് മിഷണറിമാരും അവരുടെ പ്രവർത്തന മേഖലയും എവിടെയാണ് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് LMSകാരെ നോക്കണം. LMSകാർ എന്തായിരുന്നു? LMSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന അബ്രിവേഷൻ ലണ്ടൻ മിഷൻ സൊസൈറ്റി. എന്തായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഓക്കെ, ഇവരുടെ പ്രവർത്തന മേഖലയായിരുന്നു എവിടെ? തിരുവിതാംകൂർ. LMSകാരുടെ പ്രവർത്തന മേഖലയായിരുന്നു എവിടെ? തിരുവിതാംകൂർ. അടുത്തത് CMS. ആരാണ്? CMS. എന്തായിരുന്നു CMSൻ്റെ ഫുൾ ഫോം? ചർച്ച് മിഷൻ സൊസൈറ്റി. എന്തായിരുന്നു? ചർച്ച് മിഷൻ സൊസൈറ്റി. ഇവരുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? തിരുവിതാംകൂറും കൊച്ചിയുമായിരുന്നു. എവിടെയായിരുന്നു? തിരുവിതാംകൂറും കൊച്ചിയുമായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല. ഓക്കെ, പിന്നെയുള്ളത് BEM. ആരാണ്? BEM. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ആരാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇവരുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാർ. ഇവരുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മിഷണറിമാർ വന്നു. പ്രധാനപ്പെട്ട മിഷണറിമാരെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ആരൊക്കെയാണ്? LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇവരുടെ പ്രവർത്തന മേഖല എവിടെയാ? തിരുവിതാംകൂർ. ഓക്കെ, പിന്നീട് CMS ചർച്ച് മിഷൻ സൊസൈറ്റി. പ്രവർത്തന മേഖല എവിടെയാ? തിരുവിതാംകൂറും കൊച്ചിയും. അടുത്ത് BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. പ്രവർത്തന മേഖല എവിടെയാണ്? മലബാർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ ഇതിലാണ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? അതാണ് ചോദ്യം. ഓപ്ഷൻ പരിശോധിക്കാം. കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, തിരുവനന്തപുരം. ഓപ്ഷൻ സി മലബാർ ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്യോഗ സംവരണം, സഞ്ചാര സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പത്രസ്വാതന്ത്ര്യം. ഓക്കെ, ശ്രദ്ധിക്കുക, 1932 തിരുവിതാംകൂറിൽ നിലവിൽ വന്ന കുറച്ച് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതുമാത്രമാണോ? അല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജനസംഖ്യ അനുപാതത്തിൽ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം. എവിടെ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്? സർക്കാർ നിയമനങ്ങളിൽ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ. ഏതൊക്കെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ എന്നിവർ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം. വർഷം ഏതാണ്? 1932 നടന്ന സമരമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂറിൽ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് നോക്കാൻ നേരത്തെ ഏതാ നമുക്ക് മാച്ച് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് സ്യൂട്ടായിട്ടുള്ളത്? ഉദ്യോഗ സംവരണം, സഞ്ചാര സ്വാതന്ത്ര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ പത്രസ്വാതന്ത്ര്യം. ഏതാണ്? ഓപ്ഷൻ എ.
ഉദ്യോഗ സംവരണമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ് സർക്കാർ നിയമനങ്ങളിൽ സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭം. ഏതൊക്കെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ഉദ്യോഗ സംവരണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത്? സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ. സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ശരിയായതാണോ തെറ്റായതാണോ എന്ന് ആദ്യം നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ശരിയായത് ഏത്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നമുക്ക്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 2, കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആണ് ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. നമുക്ക് ചോദ്യം എന്താണ്? ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണോ തെറ്റാണോ? അതെ, ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടൊരു നാട്ടുരാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. ഈ ഡച്ചുകാരുടെ സർവ്വസൈന്യാധിപരായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. ആ ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപനായി മാറുകയുണ്ടായി. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണോ? അതെ, ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. അതെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ഏത്? ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 നടന്ന കലാപമായിരുന്നു ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150 പട്ടാളക്കാരിൽ 140 പേരെയും പ്രദേശവാസികളും 8 വീട്ടിൽ പിള്ളമാരും മാടമ്പികളും ചേർന്നുകൊണ്ട് സംഘം ചേർന്ന് വധിച്ച സംഭവമായിരുന്നു ഏത്? ആറ്റിങ്ങൽ കലാപമെന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ കലാപത്തിന്റെ പ്രത്യേകത കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായി അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? അതും ശരിയാണ്, ഇതും ശരിയായ ഓപ്ഷനാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യമാണ്. എന്താണ്? ശരിയാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. ശരിയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ശരിയായ ഓപ്ഷൻ എന്ന് നോക്കാം. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 1, 2, 3 ശരി, ഓപ്ഷൻ സി 2, 3 ശരി, ഓപ്ഷൻ ഡി 2 മാത്രം ശരി. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബിയിലാണ് 1, 2, 3 ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. ശരിയായത് തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1928 ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇൻ ബിറ്റ്വീൻ അല്ലല്ലോ ഈ വർഷം? അല്ല. അപ്പോൾ 1924-25 ആയിരുന്നു വൈക്കം സത്യാഗ്രഹം. എന്തിനു വേണ്ടിയായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കാം നമുക്ക്. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അതെ, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നതെന്നാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ക്ഷേത്രപ്രവേശനമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, വർഷം ഏതാണ്? 1931. ഓക്കെ, അപ്പൊ ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത്, ക്ഷേത്രപ്രവേശന വിളംബരം 1936. ശരിയോ തെറ്റോ? തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അവർണ ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച വിളംബരം അറിയപ്പെട്ട പേരായിരുന്നു ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. പുറപ്പെടുവിക്കുന്നത് 1936 നവംബർ 12. കൊല്ലവർഷം 1112 തുലാം 27. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936. ശരിയോ തെറ്റോ? അതെ,
ശരിയാണ്. 1936 നവംബർ 12-നാണിത് പുറപ്പെടുവിക്കുന്നത്. കൊല്ലവർഷം 1112, തുലാം 27. അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916. ശരിയോ തെറ്റോ? അതെ, ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത് 1916. എവിടെ വെച്ചിട്ടാ? പാലക്കാട്. എവിടെ വെച്ചിട്ട്? പാലക്കാട്. അധ്യക്ഷനായിരുന്നു ആര്? അധ്യക്ഷയായിരുന്നു ആനി ബെസൻ. ആരാണ്? ആനി ബെസൻ. പാലക്കാട് വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. അധ്യക്ഷ ആനി ബെസൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബി, സി, ഡി എന്നിവ ശരിയാണ്. ഓപ്ഷൻ പരിശോധിക്കാം നമുക്ക്. ഓപ്ഷൻ എ എല്ലാം ശരി, തെറ്റ്. ഓപ്ഷൻ ബി എ, ബി, സി ശരി, തെറ്റ്. തെറ്റാണല്ലോ. അടുത്ത് ബി, സി, ഡി ശരി, ബി, സി മാത്രം ശരി. ഓക്കെ, ബിയും സിയും ഡിയും അല്ലേ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ആര്? കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് കുട്ടംകുളം സത്യാഗ്രഹം? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര മതിലകത്തു കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു ഏത്? കുട്ടംകുളം സത്യാഗ്രഹം. ഓക്കെ, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര മതിലകത്തു കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരം. വർഷം 1946. കുട്ടംകുളം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1946. ഇനി നേതാക്കളെ നമുക്ക് നോക്കാം. കെ വി ഉണ്ണി, സി കേശവൻ, മന്നത്ത് പത്മനാഭൻ ഇവരാരുമല്ല. ഓക്കെ, കുട്ടംകുളം സത്യാഗ്രഹ നേതാക്കളായിരുന്നു കെ വി ഉണ്ണി, പി കെ ചാത്തൻ മാസ്റ്റർ, പി കെ കുമാരൻ മാസ്റ്റർ, ശാരദാ കുമാരൻ എന്നിവർ. ആരൊക്കെയാണ്? കെ വി ഉണ്ണി, പി കെ ചാത്തൻ മാസ്റ്റർ, പി കെ കുമാരൻ മാസ്റ്റർ, ശാരദാ കുമാരൻ. ഓക്കെ, എന്നിവരായിരുന്നു പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതുള്ള? കെ വി ഉണ്ണിയാണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധമില്ലാത്തത് ഏത്? മലപ്പറമ്പ് ഗോൾഫ് ക്ലബ്ബ്, ഫറൂഖ് പാലം, തലശ്ശേരി പാത്തിപ്പാലം, ചേർത്തല പോസ്റ്റ് ഓഫീസ്. ഓക്കെ, എന്താണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമായിരുന്നു ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു യോഗം ചേർന്നു. ഒരു ചാലിപ്പുറത്ത് മാധവൻ്റെ വീട്ടിലൊരു യോഗം ചേർന്നു. ആ യോഗം ചേർന്നിട്ട് എന്ത് തീരുമാനിക്കുകയാണ്? ഒരു ദിവസം വിധ്വംസക ദിനമായിട്ട് ആചരിക്കുവാനും, വെറുതെ ആചരിക്കാനല്ല, എന്താണ്, സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും ബോംബ് വെച്ച് നശിപ്പിക്കുവാനും തീരുമാനിച്ചു. അതായിരുന്നു എന്ത്? ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ തകർത്ത സ്ഥലങ്ങളാണ് ഏതൊക്കെ? മാലാപ്പറമ്പ് ഗോൾഫ് ക്ലബ്ബ്, തലശ്ശേരി പാത്തിപ്പാലം, പാലക്കാട് വിക്ടോറിയ കോളേജ് ലാബ് എന്നിവയൊക്കെ തകർത്ത സ്ഥലങ്ങളായിരുന്നു ഇവർ. ഓക്കെ, ഇതിൽ ഫറൂഖ് പാലത്തിൽ തകർക്കാൻ ബോംബ് വെച്ചിരുന്നു, പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ മാലാപ്പറമ്പ് ഗോൾഫ് ക്ലബ്ബ്, ഫറൂഖ് പാലം, തലശ്ശേരി പാത്തിപ്പാലവും എല്ലാം എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മലബാറിൽ നടക്കുന്ന സമരമാണിത്. ഓക്കെ, മലബാറിൽ നടന്ന പ്രക്ഷോഭമായിരുന്നു ഇത് കീഴരിയൂർ ബോംബ് കേസ് എന്നറിയപ്പെടുന്നത്. ചേർത്തല പോസ്റ്റ് ഓഫീസ് ഇതിൽ പെടുന്നില്ല. ഓക്കെ, ചേർത്തല നമുക്കറിയാം തിരുവിതാംകൂറിലായിരുന്നു. ഓക്കെ, മലബാറിൽ നടക്കുന്ന പ്രക്ഷോഭമാണിത്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്? ചേർത്തല പോസ്റ്റ് ഓഫീസ് ഇതിൽ പെടുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ചേർത്തല പോസ്റ്റ് ഓഫീസ്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യം, ഒരു മാസക്കാലം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ കീഴിലായേനെ. ഏത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് തോമസ് ഹാറി ബേബർ ഇത് പറഞ്ഞത്? ഓക്കെ, പഴശ്ശി കലാപം, കുറിച്യർ കലാപം, മലബാർ കലാപം ഇതൊന്നുമല്ല. പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച ഗോത്ര ജനതയായിരുന്നു ആര്? കുറിച്യരും കുറുമ്പരുമെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പഴശ്ശിയെ വകവരുത്തിയെങ്കിലും ബ്രിട്ടീഷുകാർക്ക് കുറിച്യരുള്ള ദേഷ്യം അടങ്ങുന്നില്ല. അങ്ങനെ കുറിച്യര് പരമ്പരാഗതമായി ചെയ്തിരുന്ന കൃഷിരീതിയായ വെട്ടിച്ചുട്ടി കൃഷിക്കുള്ള അനുമതി നിഷേധിക്കുന്നു. അവരോട് കപ്പം, ടാക്സ് പണമായിട്ട് തന്നെ തരാനൊക്കെ ആവശ്യപ്പെടുന്നു. ഇതിനെല്ലാം എതിരെ കുറിച്യരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ കലാപങ്ങളെല്ലാം ചേർത്ത് വിളിച്ച പേരാണേത്? കുറിച്യർ കലാപമെന്ന്. ഓക്കെ, കുറിച്യരും കുറുമ്പരും ചേർന്നുകൊണ്ടാണ് കലാപം നടക്കുന്നത്. പക്ഷേ കുറിച്യരായിരുന്നു ഏറ്റവും കൂടുതൽ വിഭാഗം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കലാപം കുറിച്യർ കലാപം എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ഈ കുറിച്യര് ശക്തമായ പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരുന്നത്. പോലീസ് സ്റ്റേഷനും റോഡുകളും എല്ലാം എന്ത് ചെയ്തു? അവരുടെ കീഴിലായി, പിടിച്ചടക്കുകയുണ്ടായി. എന്നിട്ട് ശ്രീരംഗപട്ടണത്തു നിന്നും ഒരു സൈന്യം വന്നിട്ടാണ് ഈ കലാപം അടിച്ചമർത്തിയത്. ഓക്കെ, അത്രയും പ്രതിരോധമാണ് ഇവർ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ എന്തു പറഞ്ഞത്? 1 മാസക്കാലം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ കീഴിലായേനേ. ഓക്കെ, അപ്പോൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ ആയല്ലേ? അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വീണ്ടും ഒരു പ്രസ്താവന ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക, ശരിയായ പ്രസ്താവന ഏത്? അതാണ് ചോദ്യം. ഓക്കെ, നോക്കാം നമുക്ക്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1768 മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടു. 1729 തൃപ്പടിദാനം നടത്തി. പരിശോധിക്കാം നമുക്ക്. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതെ, കുളച്ചിൽ യുദ്ധം നടക്കുന്ന 1741 ഡച്ചുകാരെ പെടുത്തി. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം നമുക്ക്. 1768 മാർത്താണ്ഡവർമ്മ അന്തരിച്ചു. ഓക്കെ, മാർത്താണ്ഡവർമ്മ എന്നാണ് അന്തരിക്കുന്നത്? 1758 മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്നത്. 1758 മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്നത്, 68 അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായതാണ്. ഓക്കെ, അടുത്തത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടു. അതെ, വേണാട് ദേശത്തെ തിരുവിതാംകൂർ എന്ന് പറയുന്ന മഹാരാജ്യമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ്, ശില്പി, ഉരുക്കു മനുഷ്യൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഓക്കെ, ശരിയായത്. അടുത്ത് 1729 തൃപ്പടിദാനം നടത്തി. ശരിയോ തെറ്റോ? മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും ചെങ്കോലും കിരീടവും ഉടവാളും എല്ലാം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങ് അറിയപ്പെട്ട പേരായിരുന്നു ഏത്? തൃപ്പടിദാനം. എന്നാണ് തൃപ്പടിദാനം നടത്തിയത്? 1750 ജനുവരി 3 എന്നാണ് 1750 ജനുവരി 3 എന്ത്? തൃപ്പടിദാനം നടത്തിയത്. കൊല്ലവർഷം 925 കേട്ടോ. കൊല്ലവർഷം 925 തൃപ്പടിദാനം നടത്തിയത്. ഓക്കെ, അപ്പോൾ 1729 തൃപ്പടിദാനം നടത്തിയത്. ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ശരിയായ ഓപ്ഷൻ ഏതാണ്? ആ ഓപ്ഷൻ എ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക്